മക്കളെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ടൂർ നടന്നു. അപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. ഞങ്ങളുടെ പൊടി തന്നു അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ബാക്കിയൊക്കെ ഉള്ളിലുള്ളതൊക്കെ പയ്യെ പയ്യെ കാണിച്ചു തരാം. തണുപ്പ് 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 നമുക്ക് ഇന്നും ക്ലാസ്സസ് ഇല്ല. ക്ലാസ്സസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് ഓരോ ക്ലാസ് 2 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 1 ക്ലാസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ക്ലാസ് ഉണ്ടാവുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ക്ലാസ്. അതും പല പല ടൈമിങ്ങിനായിരിക്കും. സോ ബാക്കി യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഓഫീസിൽ പോകണമെങ്കിൽ നമ്മളിവിടെ നിന്ന് ടോക്കൺ ഇടണം. ടോക്കൺ എടുത്തതിന് ശേഷം ഈ ബോർഡിൽ നമ്മുടെ നമ്പർ വരും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. കെൻ യു ഫൈൻഡ് ഇറ്റ്? കട്ടപ്പണ്ണ ഞാൻ അങ്ങനെ കാണിച്ചത്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇങ്ങനെ ഇരുന്ന് സൊറ അടിക്കാൻ പറ്റി. ഞാനിപ്പോൾ ഇരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ച മറ്റേ ഒരു ഫ്രീ ഏരിയ കണ്ടില്ല, അവിടെയാണ്. ഇപ്പോൾ ഉള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് 4 ബിൽഡിംഗ് ഉണ്ട്. അതിൽ ബിൽഡിംഗ് 4ലാണ് ഇപ്പോൾ ഞാനുള്ളത്. ബിൽഡിംഗ് 4ൽ നമുക്ക് മൊത്തം 8 ഫ്ലോർ വരുന്നുണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ അടുത്ത് തന്നെയാണ്, പക്ഷെ എല്ലായിടത്തും പോകാൻ പറ്റില്ല, മടിയ. ഞാൻ ഓരോരോ ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി ക്ലാസ്സിന് പോകുമ്പോൾ നടക്കത്തില്ല. കാരണം ഭയങ്കര ആ ഒരു മൂഡിൽ പോകുന്നതായിരിക്കും. ആ സമയത്ത് വ്ളോഗ് എടുക്കൽ നടക്കില്ല. ഇങ്ങനെ ഗ്യാപ്പ് ഫ്രീ കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ലിഫ്റ്റ് ഞെക്കിയാൽ ഇത് എപ്പോഴേലും തുറക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോയിട്ട് 7ാമത്തെ ഫ്ലോർ തൊട്ട് ഓരോരോ ഫ്ലോറുകളായിട്ട് ഓടിച്ചിട്ട് കാണിച്ചാൽ ആദ്യം ഏത് ഫ്ലോറാ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 8ാമത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കയറിയിട്ട് ഞാൻ എടുക്കും. ഇതാണ് നമ്മുടെ 8th ഫ്ലോർ. കണ്ടോ കരടി മയിലിനെ പിടിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്ലാസ്സിൻ്റെ അകത്തും. ക്ലാസ് റൂംസ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ക്ലാസ് റൂം കാണിച്ചു തരാം. ഇതൊക്കെയാണ് ക്ലാസ് റൂംസ് വരുന്നത്. നമ്മുടെ 8th ഫ്ലോർ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ഫ്ലോറും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. വലിയ സെറ്റപ്പിന് വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ 7th ഫ്ലോർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 7th ഫ്ലോർ. 7th ഫ്ലോറിലൊക്കെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഓടിച്ചിട്ട് കാണിക്കാവേ. യൂണിവേഴ്സിറ്റിയിൽ ആരും കാണിക്കാത്തൊരു ക്ലാസിക് സാധനം കാണിച്ചു തരാം. ടോയ്ലറ്റ്. നമ്മുടെ റെസ്റ്റ് റൂം, അതായത് എല്ലാ ഫ്ലോറിലും റെസ്റ്റ് റൂംസ് ഉണ്ട്. പിന്നെ ക്ലീൻ ആവേ. ലേഡീസിൻ്റെ ഉണ്ട്,
അങ്ങോട്ട് ആക്സസ് ഇല്ല എനിക്ക്. 5th ഫ്ലോർ വരുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ്. കാണിച്ചിട്ട് പിന്നെ നമ്മൾ 6th ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്കൂളാണ്. അതായത് ഈ കാണുന്ന ബിൽഡിങ് കാണുന്നുണ്ടോ എന്നല്ല, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള പ്ലേ ഗ്രൗണ്ടാണ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ 5th ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 5th ഫ്ലോർ. യൂണിവേഴ്സിറ്റി സംബന്ധമായ എന്തെങ്കിലും മീറ്റിങ്സോ പരിപാടികളൊക്കെ നമ്മുടെ 5th ഫ്ലോറിലെ ഹാളിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ഇതൊക്കെ ഓരോരോ ക്ലാസ് റൂംസാണ്. ഈ കാണുന്നതൊക്കെ ഓരോരോ ക്ലാസ് റൂംസാണ്. അറ്റത്ത് കാണുന്ന ഒരു റൂമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പല മീറ്റിങ്സോ പരിപാടീസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചായിരിക്കും നടക്കുന്നത്. നമ്മുടെ 5th ഫ്ലോറിലെ ലൈബ്രറി. നമ്മുടെ 4th ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. 4th ഫ്ലോർ ശരിക്കും ലോയുടെ സെക്ഷനാണ്. സെയിം എക്സാക്റ്റ് അതേപോലത്തെ സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്ന വേറൊരു മെയിൻ സ്പേസ്. ഇതാണ് നമ്മുടെ എക്സാം ഹോൾ. മൊത്തം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നമ്മൾ ID കാർഡ് വെച്ച് ഇവിടുന്ന് നമ്മൾ ID കാണിച്ചതിന് ശേഷം ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല. നേരെ ഉള്ളിൽ കയറുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ എക്സാം സെൻറ്റർ അല്ലെങ്കിൽ എക്സാം ഹോൾ എന്ന് പറയുന്നത്. ഹോൾ 3rd ഫ്ലോർ. ഇവിടെ നോർമലി ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 2nd ഫ്ലോർ. ഫ്ലോറിലാണ് നമ്മുടെ ക്യാൻറ്റീൻ വരുന്നത്. വീണ്ടും നമ്മൾ നമ്മുടെ 1st ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. 1st ഫ്ലോറിലാണ് നമ്മൾ ആദ്യം കണ്ട ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി. മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സംബന്ധമായ വിശേഷങ്ങൾ. യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ മറ്റ് വീഡിയോസായിട്ട് ഇനിയിപ്പോൾ വേറെ ബിൽഡിങ്ങുകളുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് വേറെ ബിൽഡിങ്ങുകളുണ്ട്. അതിൻ്റെയൊക്കെ ടൂറൊക്കെ ആയിട്ട് ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ സ്മറിൻ സൈനിങ് ഓഫ്.